പെട്ടെന്ന് മൂക്കുന്ന ചോര വരിക എന്നുള്ളത് എല്ലാവരും പേടിക്കുന്ന ഒരു കണ്ടീഷനാണ്. നീസൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ എപ്പിസ്റ്റാക്സിസ്, അതാണ് ഇതിന് പറയാം. ഇത് ചെറിയ കുട്ടികളിലും വലിയ ആൾക്കാർക്കും വരെ ഉണ്ടാവുന്നതാണ്. ചെറിയ കുട്ടികളിൽ കോമൺ റീസൺ എന്ന് പറയുന്നത് നോസ് പിക്കിംഗ്. അതാണ് കോമണസ്റ്റ് റീസൺ. അത് കുട്ടികളിൽ ചിലപ്പോൾ ഒരു കോൾഡ് വന്നിട്ടാവാം, ഒരു ഡ്രൈനെസ് ഒക്കെ വരുമ്പോൾ അത് നോസ് പിക്ക് ചെയ്യാൻ പോകുമ്പോൾ മൂക്കിന്റെ ഉള്ളിലത്തെ തൊലി പൊട്ടിയിട്ട് ചെറിയ രക്തക്കൊഴലുകൾ ഉണ്ട് അവിടെ, അത് പൊട്ടിയിട്ട് ചെറിയ ബ്ലീഡ് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ റെക്കറന്റ് ആയിട്ടുള്ള സൈനസ് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ നേസൽ ബ്ലീഡ് വരാൻ സാധ്യതയുണ്ട്. ഇനി വലിയവർക്കാവട്ടെ, കോമണസ്റ്റ് റീസൺ ബ്ലഡ് പ്രഷർ കൂടിയിട്ടാണ് കാണാറ്. അതേപോലെ തന്നെ ഒരു ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന ഒരു സൈനസ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂക്കുന്ന കഫത്തിനോടൊപ്പം മൂക്കുന്ന ചോര വരുന്നതും കണ്ടിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നമ്മൾ വേറെ പല മെഡിക്കൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ ആസ്പിരിൻ പോലത്തെ ഗുളികകളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. സോ മൂക്കുന്ന ചോര വരുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈമറി കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇരുന്ന് ബെൻഡ് ചെയ്ത് നമ്മുടെ മൂക്കിന്റെ സോഫ്റ്റ് പോർഷൻ ഉണ്ട് ഈ ഫ്രണ്ടിൽ, അതിനെ ഒന്ന് ഒരു 5 to 10 minutes ഒന്ന് പ്രസ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് മൂക്കിന്റെ മുകളിൽ ഒരു ഐസ് ആപ്ലിക്കേഷൻ ചെയ്യാം. ഇതൊരു 10 മിനിറ്റിന്റെ അകത്ത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു തലകറക്കോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ENT കൺസൾട്ടേഷൻ നടത്തി ചെറിയൊരു പ്രൊസീജിയർ വഴി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇനി ബ്ലീഡിങ് സ്റ്റോപ്പ് ആയാലും ഒരു ENT കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ്. സോ റെക്കറന്റ് ആയിട്ടുള്ള നേസൽ ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും ENT ഒപ്പീനിയൻ എടുത്ത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്.